അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അനുഗ്രഹത്താൽ റജബ് മാസത്തിൻ്റെ അതിസവിശേഷമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ വീണ്ടും ഒരു റജബ് മാസത്തെ സ്വീകരിക്കാനും അതിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാനും കുറച്ച് ദിവസങ്ങളൊക്കെ റജബ് പിറന്നതിന് ശേഷം നമ്മൾ നോമ്പെടുക്കുകയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹി 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 സുമ്മ അൽഹംദുലില്ലാ. ഇന്നൊരു വെള്ളിയാഴ്ച ദിനവും കൂടെയാണ്. നമുക്കൊക്കെ അറിയാം, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും സവിശേഷമേറിയ ദിവസം. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഈ മാസം റജബുൽ മുറജ്ജബ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആദരണീയമായ റജബ് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ വരുന്നത്. പേര് പോലും സവിശേഷമാണ്, റജബുൽ മുറജ്ജബ്. കേട്ടിട്ടില്ലേ? അത്രമേൽ വിശേഷപ്പെട്ടതാണ് ഈ മാസം എന്നുള്ളത് കൊണ്ടാണ്. ഉദാഹരണം, ഇപ്പോൾ ഒരു പവൻ ഗോൾഡിനുള്ള റേറ്റ്, സ്വർണത്തിൻ്റെ വില 1,00,000 മുകളിൽ വിലയായിരിക്കുന്നത്. എന്താണ് സ്വർണത്തിന് ഇങ്ങനെ വില വരാൻ കാരണം? ആ ലോഹം അല്ലെങ്കിൽ ആ ഗോൾഡ് അത്രമേൽ മൂല്യമുള്ളതാണ് എന്നാണ് അതിനർത്ഥം. ഇത്രയും വിലയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രമേൽ മൂല്യമായതാണ്, അത്രമേൽ പ്രാധാന്യവും മൂല്യവും അതിനുണ്ട്, ഡിമാൻഡ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റജബ് മാസം ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകൾ വാരിക്കൂട്ടാൻ ഉപകരിക്കുന്ന മാസമാണ്. റജബ് ബറക്കത്തിൻ്റെ മാസമാണ്. നിങ്ങൾ നോക്കൂ, ഒരുപാട് പേരുകൾ റജബ് മാസത്തിനുണ്ട്. ഈ പേരുകൾ കൂടുതൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ ആ മാസത്തിൻ്റെ മൂല്യം അത്രമേൽ വലുതാണെന്നുള്ളതാണ്. അത്രയും പേരുകൾ ഉണ്ടാകുന്ന അത്രത്തോളം ഗുണങ്ങളും വിശേഷണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത്, ഐശ്വര്യം ലഭിക്കാൻ കാരണമാക്കുന്ന സമയമാണിത്. നമ്മുടെ ആയുസ്, നമ്മുടെ ചുരുങ്ങിയ കാല ആയുസ്, ആമാറു ഉമ്മത്തി മാബൈന സിത്തീന വസ്സബഈൻ, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ആയുസ് ഓരോ വർഷവും കൂടുന്തോറും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് നൽകണം. ബറക്കത്ത് ഉണ്ടായാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഒരുപാട് സമ്പത്തുണ്ടായി എന്ന് സങ്കല്പിക്കുക, അതുകൊണ്ട് കാര്യമില്ല. ഒരുപാട് മക്കളുണ്ടായി എന്ന് സങ്കല്പിക്കുക, അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയകവും സന്തോഷകരവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പം നിങ്ങൾ നോക്കൂ, എത്രയോ വലിയ വലിയ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്ത ന്യൂസുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്, അറിഞ്ഞിട്ടുള്ളവരാണ്. പ്രതീക്ഷിക്കാത്ത പല സന്ദർഭങ്ങളിലും പലരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പല തകർച്ചകളും പലരിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? വലിയ കോടികൾ ആസ്തിയുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. അവർക്ക് അവരുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നടത്താനുള്ള എല്ലാ സാമ്പത്തിക ശേഷിയും ഉണ്ടായിട്ട്, ഒരു ഹോസ്പിറ്റൽ വരെ അവർക്ക് വിലക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോലും അവർക്ക് അവരുടെ ആരോഗ്യം രക്ഷിക്കാൻ കഴിയാതെ പോകുന്നു. ഇതിലൊക്കെ വേണ്ടത് ബറക്കത്താണ്. നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ അവയവങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ, നമ്മുടെ ജോലികളിൽ, ഇങ്ങനെയെല്ലാം ബറക്കത്ത് ഉണ്ടാകുമ്പോൾ തീർച്ചയായും വലിയ വിജയം നമുക്ക് ലഭിക്കും. ആ ബറക്കത്ത് ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം. ആ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാനും ആ ബറക്കത്തായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ റജബ് മാസത്തിലാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ റജബ് മാസം സമാഗതമായാൽ ആദരവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു. അതേ ദുആയാണ് ഇന്ന് പള്ളി മിഹ്റാബുകളിൽ നിന്ന് റജബ് മാസം ആരംഭിച്ചത് മുതൽ ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കാതെ എല്ലാ നിസ്കാരത്തിന് ശേഷം ഈ ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ദുആകൾ റജബ് മാസത്തിൽ ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ ഈ ദുആ ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ദുആ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങളൊക്കെ ആ ദുആ ചെയ്യണം. നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖല റജബുൻ, ഹബീബായ തങ്ങൾ റജബ് മാസം സമാഗതമായി കഴിഞ്ഞാൽ
അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് കുറേ ഹദീസുകളിലുണ്ട്. ഇതിൻ്റെ റിവായത്തുകളിൽ ഒരുപാട് രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഉസ്താദുമാരൊക്കെ എങ്ങനെയാണ് ദുആ ചെയ്യാറുള്ളത്? ഒരു ചെറിയ ദുആ ആണ്, എന്നാൽ അതുകൊണ്ട് കിട്ടുന്നതോ വലിയ ബറക്കത്താണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. നിങ്ങളൊക്കെ ഈ മാസം പിറന്നത് മുതൽ നിങ്ങൾ ഈ ദുആ ഇങ്ങനെ ചെയ്യുന്നില്ലേ? ചെയ്യുന്നവരൊക്കെ ഒന്ന് അറിയിക്കണം. എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കും. ബറക്കത്തിനെ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും സവിശേഷമേറിയ കാര്യമാണത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇലാഹിയായ ഒരു ഗുണം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇലാഹിയായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗുണം നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അത് നമ്മളത് ചോദിച്ചു വാങ്ങിക്കണം. റബ്ബിനോട് ചോദിച്ചാലേ കിട്ടൂ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ എന്നോട് ചോദിക്കണം, ചോദിച്ചാൽ നൽകുന്നു. അപ്പോൾ ചോദിച്ച് കിട്ടുന്നതാണ് എല്ലാം. അപ്പോൾ അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കണം. സമയത്തിൽ ബറക്കത്തുണ്ടാകും. അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ബറക്കത്തുണ്ടാകുമ്പോൾ. നമുക്കൊക്കെ അത് ലഭിക്കുമ്പോൾ ഓനങ്ങനെ ആയോ, ഓനക്കത്ര സമ്പത്ത് കിട്ടിയോ, ഓൻ ആ ബിസിനസ്സിൽ അത്രയും ഉയർച്ചയിലെത്തിയോ, അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ഓനക്ക് അങ്ങനെ നല്ല മക്കളുണ്ടല്ലോ, മക്കളിൽ ബറക്കത്തുണ്ടായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബറക്കത്ത് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പല മഹാന്മാരും ഒരു ദിവസം തന്നെ ഒരു ഖത്മ് ഓതി പൂർത്തീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അത് അവർക്ക് മറ്റു ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, മറ്റു ജോലികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ, തിരക്കുകൾ പെടുന്ന സമയത്ത് തന്നെ അവർ ഒരു ഖത്മ് ഓതി പൂർത്തീകരിച്ചിരുന്നു. അങ്ങനെ അവർക്കൊരു ഖത്മ് ഓതി പൂർത്തീകരിക്കാൻ കാരണമായത് എന്താ? ബറക്കത്തുണ്ടായി, അവരുടെ സമയത്തിൽ ബറക്കത്ത് ലഭിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റമളാൻ രാത്രി പകലിൽ ഓരോ ഖത്മ് തീർത്തു. രാത്രിയിലൊരു ഖത്മ്, പകലിൽ വേറൊരു ഖത്മ്. സമയത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകിയത് കൊണ്ടാണ്. മഹാനരായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 45 വയസ്സുകൊണ്ട് ചെയ്ത സേവനം 450 വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത സേവനമാണ്. നവവി ഇമാമിൻ്റെ കിതാബുകൾ എടുത്തു നോക്കൂ. ആ കിതാബിനെ ഉദ്ധരിച്ചിട്ട് എത്രയോ കിതാബുകൾ ഉണ്ടായി പിൽക്കാലത്ത്. അത്രയും സവിശേഷമേറിയ ഒരുപാട് ഗ്രന്ഥരചനകൾക്ക് മഹാനരായ നവവി ഇമാമിന് സാധിച്ചു. 45 വയസ്സുകൊണ്ട് 450 വർഷം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അത്രമേൽ കാര്യങ്ങൾ മഹാനരായ നവവി ഇമാം ചെയ്തു തീർത്തു. ബറക്കത്തുണ്ടായത് കൊണ്ടാണ്. ആ ബറക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടത്. അങ്ങനെ ഓരോന്നിലും ബറക്കത്തുണ്ട്, അതിനുവേണ്ടി ദുആ ചെയ്യുകയും വേണം. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തെന്ന് മാത്രമല്ല, അല്ലാഹുമ്മ മത്തിഉനാ ബി അസ്മാഇനാ വ അബ്സാരിനാ വ ഖുവ്വത്തിനാ മാ അഹ്യൈതനാ വജഅൽഹുൽ വാരിസ മിന്നാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഏതെടുത്ത് നോക്കിക്കോ, എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിന് വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അത് നമ്മൾ നെവർ മൈൻഡ് ആക്കരുത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഹൗസ് വാമിങ് നടക്കുന്ന സമയം, പുരക്കൂടൽ നടക്കുന്ന സമയത്ത് അത് പ്രഭാത സമയത്തിലാകുക എന്നുള്ളത് വലിയ ഗുണമുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്, സഹാബാക്കൾ ആമീൻ പറഞ്ഞതാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്ത് പ്രഭാതത്തിൽ ചെയ്യുന്നതിന് ഇനി വലിയ ബറക്കത്ത് നൽകണേന്ന്. നോക്കൂ ആ ദുആ. അപ്പോൾ നമ്മൾ പ്രഭാതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അതുകൊണ്ടാണ് പല ഉസ്താദന്മാരും പല വിഷയങ്ങളൊക്കെ സമയം നിർദ്ദേശിക്കാൻ പറയുമ്പോൾ അത് രാവിലെ ചെയ്യുക, നേരത്തെ ചെയ്യുക. മോർണിംഗിൽ, ഏർലി മോർണിംഗിൽ, ബുക്കൂറിൽ അതിന് വലിയ ബറക്കത്തുണ്ട്. ഹബീബായ തങ്ങൾ ദുആ ചെയ്തതാണ്. ഇതിനെല്ലാം ബറക്കത്ത് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു മാസവും കൂടെയാണ്. ആഖിറത്തിലേക്കുള്ള നന്മകൾ വാരിക്കൂട്ടാൻ പറ്റിയ മാസവും കൂടെയാണ് പരിശുദ്ധമായ റജബ് മാസം. അതുകൊണ്ട് ആ റജബ് മാസത്തിനെ പരിഗണിക്കുക. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തള്ളിമു ഫീഹിന്ന അൻഫുസകും. ഇവിടെ 4 മാസങ്ങൾ പവിത്രമാണെന്ന്, അതിലൊന്ന് റജബാണ്. ഈ പവിത്രതയുടെ താല്പര്യങ്ങളിലൊന്ന് സ്വാലിഹായ അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത് കൂടുതൽ പ്രതിഫലം വാങ്ങിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, വത്വാഅതു ഫീഹാ അക്സറു സവാബ. ഇത്തരം മാസങ്ങളിൽ, പവിത്രമേറിയ മാസങ്ങളിൽ നമ്മൾ
നന്മകൾ ചെയ്യൽ കൂടുതൽ ഫലം ചെയ്യാൻ, വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. വഅന്ന വഖൂഅ ത്വഅത്തി ഫീ ഹാദിഹിൽ ഔഖാത്തി അക്സറു തഅ്സീറൻ ഫീ ത്വഹാറത്തി നഫ്സി, വലിയ ഫലം ലഭിക്കാൻ കാരണമാകും. മഹത്തായ സ്ഥലങ്ങളുണ്ട്, മഹത്തായ സമയങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളെക്കാളും, എല്ലാ സ്ഥലങ്ങളെപ്പോലെയുമല്ല മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ആ രാജ്യവും ആ സ്ഥലവുമൊക്കെ അല്ല. എല്ലാ വസ്തുക്കളെയും പോലെയല്ല എല്ലാ വസ്തുക്കളും. അതിലൊക്കെ ഓരോ വസ്തുക്കൾക്കും വ്യത്യാസമുണ്ട്. എല്ലാ ദിവസങ്ങളെപ്പോലെയല്ല എല്ലാ ദിവസങ്ങളും, അല്ലേ? വെള്ളിയാഴ്ച ദിവസಕ್ಕೆ പ്രത്യേകം പവിത്രതയുണ്ട്. അതേപോലെ നമ്മളെല്ലാ വിഷയങ്ങളും പരിഗണിക്കണം, ബറക്കത്ത് നന്നായിട്ട് പരിഗണിക്കണം. ഇത്തരം നന്മയുള്ള മാസങ്ങളിൽ, നല്ല മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല. വഖൂഉൽ മഅസി ഫീഹ അഖ്വാ തഅ്സീറൻ ഫീ ഖുബ്സി നഫ്സ്, നമുക്ക് വലിയ ശിക്ഷ ലഭിക്കാനൊക്കെ അത് കാരണമാകുന്ന ചില മഹാന്മാരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഇത്തരം നന്മയുള്ള ദിവസങ്ങളെ പരിഗണിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുക. ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.